ഇത്തരം വിഷയങ്ങളിൽ സാർ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം. തിരുനെല്ലിയിലുണ്ടായ മാൻ ആനുവൽ കോൺഫ്ലിക്റ്റിൽ നിരവധിയായ സമരമുഖങ്ങളിൽ നിലപാടെടുത്ത് ജയിലിൽ പോയി പാരമ്പര്യമുള്ള ഞങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനിയും 1 മണിക്കൂർ കൊണ്ട് കൃത്യമായ നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങിയില്ല എങ്കിൽ കർണാടകത്തിലേക്ക് ആനയെ കടത്തിക്കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ കടുത്ത വില നൽകേണ്ടി വരും വനംവകുപ്പ് എന്ന് അർഹിക്കുന്ന ഗൌരവത്തോടു കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തിയ. ഇന്നലെ മുതൽ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്രയും സമയമായി, ഇന്നൊരു ദിവസം മുഴുവൻ ഉണ്ടായിട്ട് പോലും ആനേനെ മയക്കുപടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണ്, പച്ചയായി പറ്റിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. നമ്മൾ വയലന്റ് അനിമൽ ആയതുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നമ്മളെ അഭിപ്രായം. അതിന് തയ്യാറാതെ മയക്കുപടി പോലും വെക്കാൻ തയ്യാറാകുന്നില്ല. ഈ വയനാട്ടിലെ ജനങ്ങൾ വെറും പാവങ്ങളായതുകൊണ്ടല്ലേ. കണ്ണൂരോ കോഴിക്കോടോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഫോറസ്റ്റ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? വയനാട്ടിലെ ജനങ്ങൾ വളരെ പാവപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ക്ഷമിച്ചു നിൽക്കുന്നത്. ഇനി ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമയുടെ നെല്ലിപ്പലിക കഴിഞ്ഞു. ഇനി ജനങ്ങളുടെ ഒരു രോഷം തന്നെ ഈ നാട്ടിൽ വരും. ഒരു സംശയവും വേണ്ട. ഫോറസ്റ്റ് ഓഫീസർ തുറന്നു പ്രവർത്തിക്കില്ല. നമ്മുടെ ആരുടെയും മുൻകാല ശത്രുക്കളല്ല നിങ്ങൾ. സാറോട് ഇന്നേ വരെ ഒരു ചെയറിൽ ഞങ്ങൾ വന്നിട്ടില്ല. സാറ് ചെയറാണ് പ്രശ്നം. സാറിന്റെ ചെയർ ഞങ്ങളുടെ ഇപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഒറ്റ തവണയും കൂടി CCF-നെ വിളിക്കുക. ഇവിടുത്തെ പബ്ലിക്കിന് എന്താണ് കൊടുക്കാൻ കഴിയുക? ഇന്ന് ഡാർട്ട് ചെയ്യും അല്ലെങ്കിൽ ആ ആനയെ ഇവിടെ മയക്കുവെടി വെച്ച് തുരത്തുമെന്ന് പറയാനുള്ള ആർജവം വനം വകുപ്പിനുണ്ടോ? അതൊന്ന് സാർ ക്ലിയർ ചെയ്യും. എന്നാ ഞങ്ങൾ സാറ് വിടും. കാരണം സാറ് ഇവിടെ തടഞ്ഞതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പറയാനുള്ള കാരണം ഞങ്ങൾ ഉണ്ടാക്കില്ല. ഞങ്ങൾ വിവരക്കേട് കാണിക്കില്ല. ഞങ്ങൾ വിവരക്കേട് കാണിക്കില്ല. ഡാർട്ടിങ്ങിനെ സാറ് തടഞ്ഞു. ഞങ്ങള് വളരെ ഇതിൽ ആർക്കും തെറ്റിദ്ധാരണ വേണ്ട. വനം വകുപ്പിലെ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസറെ തടഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മുടെ ഓപ്പറേഷനെ ബാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ വളരെ കൃത്യമായി ആലോചിച്ചിട്ടാണ് സാറെ തന്നെ തടഞ്ഞതും. കൃത്യമായ ധാരണയുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് സാറ മാത്രം തടഞ്ഞത്. വനം വകുപ്പിലെ വേറെ ഒറ്റ ഒരാൾ. സാറ് തീരുമാനം പറ. സാർ വിളിച്ചു നോക്കാം, അവരോട് പറ. ഇവിടുത്തെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത സാധനം സാറേ, ഒരു കാര്യം ഞങ്ങൾ പറയാം, തുറന്നു പറയാം. ഈ വണ്ടി വിടും. പക്ഷെ 6-6:15 കൃത്യമായ മുന്നേറ്റം ഫോറസ്റ്റ് വകുപ്പിന്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ ഉയർന്ന മുഴുവൻ അധികാരികളെയും തടയും. ഇത് ഞങ്ങളുടെ നാടാ, ഞങ്ങൾക്ക് ഈ കാടറിയാം. ഇത് ഞങ്ങളുടെ നാടാ, ഞങ്ങൾക്ക് ഈ കാടറിയാം. തുറന്നു ഒരു സംവിധാനവും നടക്കില്ല. ഓക്കെ, തൽക്കാലത്തേക്ക് കൈമാറും. താക്കീത്